സാർ നമസ്കാരം. നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 3 മാസം പൂർത്തിയാവുന്നു. മെയ് 18-ാം തീയതിയായിരുന്നു സത്യപ്രതിജ്ഞ. നാളെ 18-ാം തീയതി ആവുമ്പോൾ 3 മാസം പൂർത്തിയാവുന്നു എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് ബിന്ദു കൃഷ്ണ എന്ന മന്ത്രിക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ശരത് ചന്ദ്രനെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് അനുമതി തേടിക്കൊണ്ട് ബിന്ദു കൃഷ്ണ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഓഫീസ് വഴിയും കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 മാസമായിട്ടും വി.ഡി. സതീശൻ ഈ കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇതിനിടയിൽ മറ്റു ചില വിഷയങ്ങൾ കൂടി UDF-നകത്ത് പൊന്തി വരുന്നു. KPCCക്ക് ഒരു പ്രസിഡന്റ് ആവാത്തതിൻ്റെ പേരിൽ UDF യോഗം വിളിക്കാൻ ഘടകകക്ഷികളുടെ സമ്മർദ്ദം തന്നെ വേണ്ടി വന്നു. 1 മാസത്തിന് ശേഷമാണ് UDF യോഗം തന്നെ വിളിച്ചത്. ഇപ്പോഴും ബോർഡ് കോർപ്പറേഷൻ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും തന്നെ അതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ നിയമിച്ച ആളുകൾ തന്നെയാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന അതേ നിയമനങ്ങൾ തന്നെ ഇപ്പോഴും ബോർഡ് കോർപ്പറേഷൻ തലപ്പത്ത് തുടരുന്നു. ഈ സ്ഥാനങ്ങളിലേക്ക് കുപ്പായമടിച്ച് കാത്തിരുന്ന UDF-ലെ ആളുകൾ തീർച്ചയായും അവർ ഖിന്നരാണ്, അവരതിൽ നിരാശരാണ്. അത്തരം ചില പരിദേവനങ്ങൾ കൂടി അവിടെ ഉയർന്നു വരുന്നു. KPCCക്ക് ഒരു പ്രസിഡന്റ് ഇല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കൂടി UDF-ന് വലിയ ഒരു അസ്വാരസ്യത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിവാദത്തിൽ കോൺഗ്രസിലെ പ്രവർത്തകർ നേരിട്ട് തന്നെ പ്രക്ഷോഭമായി രംഗത്ത് വരുന്നു. അതായത് ഒരു മന്ത്രിക്ക് സ്വന്തം പേഴ്സണൽ സ്റ്റാഫിനെയോ പ്രൈവറ്റ് സെക്രട്ടറിയോ നിയമിക്കാനുള്ള അർഹതയില്ലേ എന്നൊക്കെ തരത്തിലുള്ള വിവാദങ്ങളാണ് ഉയർത്തുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചില വകുപ്പുകളിലെല്ലാം ചില നിയമനങ്ങൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഏതെങ്കിലും 1-2 വകുപ്പുകളിൽ അങ്ങനെയുള്ള നിയമനങ്ങൾ ചില പ്രത്യേക സമയത്ത് നടക്കാതെ പോയിട്ടുണ്ടാകും. അത് ഉടനടി പരിഹരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത്. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് KC വേണുഗോപാലിൻ്റെ വലങ്കയായ ആളാണ് ഈ പറയുന്ന വ്യക്തി ശരത്ചന്ദ്രൻ. അദ്ദേഹം കൃത്യമായി KC വേണുഗോപാലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ബിന്ദു കൃഷ്ണ ഇത്തരം കാര്യങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുന്നത് എന്നുള്ള വിവരമാണ് എനിക്കുള്ളത്. സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു ശരത്ചന്ദ്രൻ. അദ്ദേഹം വിവരമില്ലാത്ത കഴിവില്ലാത്ത ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ KC വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോഴും മറ്റും കൂടെ പ്രവർത്തിച്ചുള്ള ഒരാൾ നിലയിൽ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, അതുപോലെ മന്ത്രിയായിരുന്നു, ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. അപ്പം KC വേണുഗോപാലിൻ്റെ പ്രത്യേക താല്പര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. കഴിഞ്ഞ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF-നെ അധികാരത്തിലെത്തിക്കാൻ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിപക്ഷം നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പോരാട്ടവും പ്രവർത്തനവും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. അങ്ങനെയാണ് 102 സീറ്റ് കിട്ടിയത്. ഒരു നിലപാടുള്ള നേതാവ് എന്ന പ്രതിച്ഛായയോടുകൂടി കഴിഞ്ഞ 5 വർഷത്തെ പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരെ ശക്തമായി പോരാട്ടം നടത്തി അവസാനം വിജയത്തിലെത്തിയപ്പം മുകളിൽ നിന്ന് കെട്ടിയേൽപ്പിച്ച് ഇറക്കി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ച കാര്യം എത്രമാത്രം ചീത്തപ്പേരാണ് കേരള കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുള്ളത്. കഷ്ടപ്പെടാൻ ഒരാൾ, നയിക്കാൻ ഒരാൾ, അവസാനം പോരാടാനുള്ള ആളെ ഒഴിവാക്കി, നയിക്കാൻ നിന്ന ആളെ ഒഴിവാക്കി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ച ഹീനമായ ശ്രമത്തെ ജനമാണ് ഇവിടുന്ന് ഓട്ടിച്ചത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി വി.ഡി. സതീശൻ്റെ കൂടെ നിൽക്കുകയും അത് കേന്ദ്രത്തിന് മനസ്സിലാകുകയും രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ട അവസാനം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ AICC സെക്രട്ടറിയെ അദ്ദേഹത്തോട് പോലും മാറി നിൽക്കാൻ പറയേണ്ട ഒരു ഗതികേടും അത്രയും ശക്തമായിരുന്നു ജനങ്ങളുടെ വികാരം. ഇവിടെ KC വേണുഗോപാലായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഇവിടെ ചിലപ്പോൾ വലിയ തിരിച്ചടികൾ ഉടനെ ഉണ്ടാകുമായിരുന്നു. കോൺഗ്രസിലെ ഒരു പിളർപ്പ് തന്നെ ഒരു പക്ഷം ഉണ്ടായേനെ. അപ്പം അതിന് കാരണം നമുക്കറിയാം, ഒരു നിലപാടുള്ള നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ്റെ കൃത്യമായ പ്രവർത്തനമാണ്. അപ്പം വി.ഡി. സതീശന് കൃത്യമായി സുഗമമായി ഈ ഭരണം മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ വകുപ്പിലും കൃത്യതയുള്ള കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ വേണം. എല്ലാ വകുപ്പിനെയും ഏകീകരിച്ച് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തം വി.ഡി. സതീശനുണ്ട്. ആ വി.ഡി. സതീശൻ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചില ആളുകളെ കുത്തിത്തിരികെ കയറ്റി പ്രശ്നമുണ്ടാക്കാൻ കഴിവുള്ളവരാക്കി മാറ്റി ഭരണത്തിൽ തന്നെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ വരും. കോൺഗ്രസിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ സാധ്യത വരും. അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹം ശരത്ചന്ദ്രനെ ഇത്തരത്തിൽ സെക്രട്ടറി ആക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു വി.ഡി. സതീശൻ അത്തരം കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. വി.ഡി. സതീശൻ കൃത്യമായി ദീർഘവീക്ഷണമുള്ള, കൃത്യമായി എല്ലാവരെയും കുറിച്ച് പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്.
അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള നാളെ തടസ്സമുണ്ടാകരുത്. ഈ ഭരണം നന്നായിട്ട് മുന്നോട്ട് പോകണം. എങ്ങനെയാണോ 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം പ്രവർത്തനം നടത്തി വിജയിച്ചിട്ടുള്ളത്, അതേപോലെ ഈ 5 വർഷം മാത്രമല്ല തുടർന്നിട്ട് അങ്ങോട്ടുള്ള ഭരണവും മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം അദ്ദേഹം കൃത്യമായി ഈ കാര്യത്തിൽ തടസ്സം നിൽക്കുന്നത്. അദ്ദേഹത്തെ തന്നെ നിയമിക്കണം എന്നുള്ള ഇതൊന്നുമില്ല. എന്തായാലും കോൺഗ്രസ് കുറേ കൂടെ പക്വത കാണിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ ഭരണം കിട്ടിയിട്ടും KPCC പ്രസിഡന്റിനെ മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞു. അതും VD സതീഷിൻ്റെ കീഴിൽ മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കൃത്യമായിട്ടും ഒരു നല്ല KPCC പ്രസിഡന്റിനെ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഈ ഗവൺമെൻറ്റിന് സഹായകരമായി നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിണറായി വിജയൻ്റെ ചട്ടുകമായി നിന്നുകൊണ്ട്, അല്ലെ BJPയുടെ ചട്ടുകമായി നിന്നുകൊണ്ട് VD സതീശൻ ഗവൺമെൻറ് അട്ടിമറിക്കാൻ വരുന്ന ഒരാളായിരിക്കരുത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. മുൻകാല അനുഭവം അതാണല്ലോ പലതും. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയാകുമ്പോൾ മറുഭാഗത്ത് എതിർച്ചേരിയാണ് KPCC പ്രസിഡന്റ് ആവാറ്. അവസാനം തമ്മു തല്ലി ഭരണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. PM സുധീരനും ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയായിരുന്നല്ലോ. നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ള എന്തിനേക്കാൾ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നമ്മുടെ VM സുധീരൻ നടത്തിയിട്ടുള്ള ബാർക്കോഴയ്ക്കെതിരെ നടത്തിയിട്ടുള്ള വിവാദങ്ങളാണ് ഒരു പരിധിവരെ ആ ഉമ്മൻചാണ്ടിയെ തകർത്തത്. അല്ലായിരുന്നെങ്കിൽ ആ ഭരണം വീണ്ടും കിട്ടുമായിരുന്നു. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ കൃത്യമായി പഠിച്ചിട്ട് വളരെ പ്ലാൻ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് നീക്കങ്ങൾ നടത്തുന്ന ഒരു നേതാവായിട്ടാണ് ഞാൻ VD സതീശനെ കണ്ടിട്ടുള്ളത്. VD സതീശൻ തെറ്റിയതാൽ പോലും തുറന്നു പറയാൻ നമുക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമാണെങ്കിൽ തിരുത്താനുള്ള കഴിവും അങ്ങനെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അറിവും നമുക്കുണ്ട് VD സതീശനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞാൽ എന്താ, തെറ്റ് കണ്ടാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. പത്രപ്രവർത്തകരുടെ ഡ്യൂട്ടിയാണ്. ആ എന്താ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ തെറ്റാണെന്ന് മനസ്സിലായി തിരുത്താനുള്ള ആർജവം എനിക്കുണ്ട്. അതാണ് ഒരു നേതാവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാം ശരിയാണ്, ഞാൻ പറഞ്ഞതിൽ അപ്പുറത്തേ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന പിണറായി വിജയനല്ല VD സതീശൻ. പക്ഷേ ഭരണം നയിക്കുമ്പോൾ കൃത്യമായിട്ട് ഭരണത്തിനെതിരെയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ കരടുണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി തരും. ഇപ്പോൾ തന്നെ പ്രശാന്ത് ബ്രോ എന്നറിയപ്പെടുന്ന IAS ഉദ്യോഗസ്ഥനെയാണ് കായിക വകുപ്പിൻ്റെ സെക്രട്ടറി ആക്കി മാറ്റി. അതുകൊണ്ട് എന്താണ് ഉണ്ടായിട്ടുള്ളത്? നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലും പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ നടത്തിയുള്ള വലിയ തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ സ്വജനപക്ഷപാതവും വൻ അഴിമതിയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ രേഖകൾ പുറത്തു വരുന്നത്. 126 കോടി രൂപ റിപ്പോർട്ടർ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അന്യായമായിട്ട് വിദേശത്തേക്ക് കടത്തി എന്നുള്ളതാണ്, ഫെറാ ലംഘനം നടത്തി എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തിന് സ്വന്തം പണമായിരിക്കാം, സ്പോൺസർമാർ കൊടുത്തായിരിക്കാം. GST അടച്ചിട്ടില്ല. രണ്ടിനും എന്ത് കാണിക്കണം? രണ്ടിനും കാണിക്കേണ്ടത് എന്താണ്? എവിടുന്ന് പണം കിട്ടി എന്നുള്ള സോഴ്സ് അദ്ദേഹം കാണിച്ച് അത് കൃത്യത വരുത്തിയിട്ട് വേണം അത്തരം പൈസ വിദേശത്തെ അയക്കാനും. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ അത് വളരെ വിവാദമായി. കൂടാതെ എറണാകുളത്തെ സ്റ്റേഡിയം ഗ്രൗണ്ട് അനുവദിച്ചുള്ള ക്രമക്കേടുകൾ ഓരോന്ന് പുറത്തു വരികയാണ്. 75 കോടിയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പുനരുദ്ധാരണം എന്ന് പറഞ്ഞിട്ട് മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതികൾ കൊണ്ടുവന്ന അതിനൊക്കെ കൃത്യമായിട്ട് രേഖകൾ പുറത്തു കൊണ്ടുവന്ന പ്രശാന്ത് ബ്രോ ഇപ്പോഴുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത്. മുൻകാല ഗവൺമെൻറ് നടത്തിയുള്ള സകല തട്ടിപ്പും പുറത്തു കൊണ്ടുവന്ന് അതിന് തടയിടുകയും അത്തരം ആളുകളെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിന് ശക്തമായി പിന്തുണ നൽകാനും ഈ ഗവൺമെൻറ് ചലിപ്പിക്കാനും കഴിവുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ ഈ പറയുന്ന ശരത്ചന്ദ്രൻ മോശക്കാരനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നും കാണാതെ ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ പറയുമെന്നോ പ്രവർത്തിക്കുമെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. സാർ, അത് മനഃപൂർവ്വം ഒരു തടയിലായിട്ട് വേണമെന്ന് നമുക്ക് വീക്ഷിക്കാൻ പറ്റില്ല. കാരണം KPCCക്ക് ഒരു പ്രസിഡന്റിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. KPCCക്ക് ഒരു പ്രസിഡന്റിനെ കണ്ടെത്താൻ പറ്റാത്ത അത്ര ഗൗരവമുള്ള ഒരു വിഷയമല്ലല്ലോ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കണ്ടെത്താൻ പറ്റാത്തത്. അല്ല, KC വേണുഗോപാലിന് വീണ്ടും മുഖ്യമന്ത്രി മോഹവുമായിട്ട് ഭരണത്തിനുള്ളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പലരും റിപ്പോർട്ട് ചെയ്തില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും തെറ്റായ നടപടിയാണ് അദ്ദേഹത്തിൻ്റെ. ഒരു കോൺഗ്രസിനെ ഇവിടെ ഭരണത്തിലെത്തിക്കാൻ ശക്തമായി പ്രവർത്തിക്കുകയും പ്ലാനുകൾ ഉണ്ടാക്കുകയും തന്ത്രങ്ങൾ മെനയുകയും അതെല്ലാം വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. പിന്നെ ശരിക്കും KC വേണുഗോപാൽ അതിനുള്ള പിന്തുണയും അതിനുള്ള അതേപോലെ എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാം അതൊക്കെ ചെയ്തു കൊടുക്കുകയാണ് KC വേണുഗോപാൽ ചെയ്തത്. അല്ലാതെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകാനാണ് സാധ്യത. ഇവിടെ കേരളത്തെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവർ മുന്നണിക്കുള്ളിൽ തന്നെ അടിയാണ്. മാത്രമല്ല, പിണറായി വിജയനെതിരെയുള്ള അന്വേഷണങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഓരോ വകുപ്പിലും മുമ്പ് നടത്തിയുള്ള അഴിമതികളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്ന് പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നുള്ള ചില വിവരങ്ങൾ ഇപ്പം പുറത്തു വരാതെ കിടക്കുന്നുണ്ട്.
അതോടൊപ്പം ഓരോ കായിക വകുപ്പിൻ്റെ വന്നു കഴിഞ്ഞു. റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ എത്രമാത്രം ഈ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട്. ഭയങ്കര പിന്തുണയാണ് ഉണ്ടായിട്ടുള്ളത് ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും ഫുട്ബോൾ പ്രേമികളുടെ ഇടയിലൊക്കെ പെലയെ മെസ്സിയെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടൊക്കെ ആളുകളെ കളിപ്പിച്ച് പറ്റിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുകയും കോടികൾ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു സംഭവം പുറത്തു വന്നതോടെ ഫുട്ബോൾ പ്രേമികൾ ഒറ്റക്കെട്ടായി UDF ഗവൺമെൻറ് കൂടിയാണ്. മാത്രമല്ല BJPക്കുള്ളിൽ ഫണ്ട് വിവാദം വന്ന് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു, ഏതൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് അവർ പല ആൾക്കാരും പലതും വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. PC ജോർജ് വിളിച്ചു പറഞ്ഞത് വെറുതെയല്ല, അദ്ദേഹം 4.5 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന് വിളിച്ചു പറഞ്ഞത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. മാത്രമല്ല ദേവൻ എന്ന് പറയുന്ന BJP പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. BJPകളിൽ ആർക്കും രാജീവ് ചന്ദ്രശേഖരനെ വിശ്വാസമില്ല. മുമ്പ് സുരേന്ദ്രനും അതേപോലെ V മുരളീധരനും ഉള്ള സമയത്ത് പോലുള്ള ഒരു കെട്ടുറപ്പ് കേരളത്തിലെ BJPക്കില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ UDFന് എല്ലാ തരത്തിലും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ അത് തകർക്കാൻ വേണ്ടി KC വേണുഗോപാൽ ശ്രമിക്കരുത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്. അതാണ് അതിന് ശരി. KC വേണുഗോപാൽ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് അടക്കം പിടിച്ചെടുക്കാൻ എല്ലാ സാഹചര്യവും അയോധ്യ പ്രശ്നം മുന്നിലുണ്ടായിരിക്കുന്ന സമയത്തിൽ വന്നിരിക്കുകയാണ്. അതിനിടെ വന്ദേ മാതരം പോലെയുള്ള പാടിയതിൻ്റെ പേരിലുള്ള വിവാദങ്ങൾക്ക് ഉണ്ടാക്കുന്നതിൽ ഇവരെ കൈകളാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാൽ BJPയുടെ ഒരു ചാരനാണെന്നൊക്കെ പറയുന്ന പ്രചരണം പുറത്തു വന്നിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ് അല്ലാന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ഒരു സത്യം, അനാവശ്യ വിവാദങ്ങൾക്ക് പോവാതെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാതെ വളരെ ഇത്തരം രഹസ്യമായി സൂക്ഷിക്കേണ്ടത് രഹസ്യമായി സൂക്ഷിച്ചും കൃത്യമായി കാര്യങ്ങൾ നടത്താൻ VD സതീഷിന് പിന്തുണ നൽകുകയും പ്രവർത്തിക്കുകയാണ് വേണ്ടത് KC വേണുഗോപാൽ. അതേപോലെ ബിന്ദു കൃഷ്ണയും അങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.